Hi, hello everyone. It's me, CA Sanjay. So welcome back to my YouTube channel. See, thumbnail പറഞ്ഞതുപോലെ തന്നെ I'm here to help you how you are supposed to plan for the next 1.5 days for your auditing exam. So first of all, don't think about your past exams. Other costing exam, easy ആയിക്കോട്ടെ, tough ആയിക്കോട്ടെ, doesn't matter. Just focus on your auditing paper right now. So September 19th, നിങ്ങൾ ഇന്ന് 7:30 മണിയാകുമ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫ്രഷ് ആയ ശേഷം ഡിന്നർ എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് 7:30 PM ആവുമ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കണം. യു വിൽ ബി ഗെറ്റിംഗ് ഓൾമോസ്റ്റ് 5 hours, പ്യുവർ 5 hours, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള 5 hours ഉണ്ട്. 7:30 to 8:30, 9:30, 10:30, 11:30, 12:30, 5 hours. In this 5 hours, first of all, you have to prepare for chapter 1, 2, 6, 11. Sir, why sir 1, 2, 6, 11? Because these are small chapters and they also carry weightage. Okay, these 4 chapters, it's almost 20 to 25 marks. And these are small chapters. When you are covering small chapters, you get motivation, you get confidence boost up. So start with some small chapters. First, then you get the toughest chapter edukkadirikka. So simple chapters which start here. Chapter 1, chapter 2, chapter 11, chapter 6. It almost carries having a weightage of 20 to 25% marks into നിങ്ങളുടെ എക്സാമിന് വരും. So ഈ ചെറിയ ചാപ്റ്റേഴ്സ് 5 മണിക്കൂർ ഉണ്ട് നിങ്ങൾക്ക്. I don't think you will be taking almost. You can complete almost within 3.5 to 4.5 hours. Still 5 hours is that. Okay. After chapter 1, chapter 2, chapter 11, chapter 6. Chapter 6 is a small chapter, essay 230. Chapter 1, very simple chapter. Chapter 2, our 300 planning in the topics പഠിക്കണം. അവിടെ ഓഡിറ്റ് പ്രോഗ്രാം ഒക്കെ ഒന്ന് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ചാപ്റ്റർ 11 SQC essay 220. I am not expecting much questions from this particular topic. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മറ്റ് ടോപ്പിക്സ് ഒക്കെ ഇൻഡിപെൻഡൻസ്, essay 210 അതൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. സോ വൺസ് ദിസ് ഇസ് ഡൺ, സ്ട്രേറ്റ് അവേ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ഡേ September 20th. നിങ്ങളൊരു ആഫ്റ്റർ ഹാവിംഗ് ഒരു 6 hours ഓഫ് സ്ലീപ്പ്, നിങ്ങളൊരു 7 o'clock ആകുമ്പോൾ പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ till 9:30 AM നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്ന സമയത്ത് ചാപ്റ്റർ 8ഉം ഗവൺമെന്റ് ഓഡിറ്റും തീർക്കാൻ ശ്രമിക്കുക. ഗവൺമെന്റ് ഓഡിറ്റ് യു ക്യാൻ ടേക്ക് ഓൾമോസ്റ്റ് 40 minutes. Okay, remaining time for chapter 8. Chapter 8 അത് 700 series വരുന്നുണ്ട്. 700 series അത്യാവശ്യം ഫോക്കസ് ചെയ്യുക. പ്ലസ് കാരോ വരുന്നുണ്ട്. ഫോർ കാരോ യു ക്യാൻ ടേക്ക് ഓൾമോസ്റ്റ് 1 hour. കാരോനത് ആ സെന്റൻസുകൾ അതുപോലെ എഴുതാൻ നിർബന്ധം. യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്, ബട്ട് ആ ഒരു മീനിങ് പറഞ്ഞാൽ മതി. സോ കാരോ പ്രിപ്പയർ ചെയ്യുക. കാരോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് പ്രിപ്പയർ ഫോർ കാരോ. ഐ വുഡ് റെക്കമെൻഡ്. കാരോയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. സോ കാരോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഗവൺമെന്റ് ഓഡിറ്റ്, നെവർ എവർ മിസ് ദിസ് ടോപ്പിക്. ഗവൺമെന്റ് ഓഡിറ്റ്. ദെൻ 700 സീരീസ് അത് 701, 705, 706, 700 ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഓവറോൾ കവർ ചെയ്യും. യു ഹാവ് 2.5 hours. ഇൻ കേസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ 2 ചാപ്റ്റേഴ്സ് ആദ്യം തന്നെ തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ 10:15 to 3:30 PM ഈവനിങ് 3:30 വരെയുള്ള സമയത്തിൽ chapter 3, chapter 4, chapter 7 entire standards. Chapter 3, chapter 4, chapter 7. Chapter 3 ഓട്ടോമേറ്റഡ് എൻവയറൻമെന്റും ഇന്റർണൽ കൺട്രോളും മാറ്റി വെക്കുക. അതിപ്പോ നോക്കണ്ട. ചാപ്റ്റർ 3 3 സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 315, 320, 330. ഈ 3 സ്റ്റാൻഡേർഡ് മാത്രം നോക്കിയാൽ മതി. 315, 320, 330 ഈ 3 സ്റ്റാൻഡേർഡും പ്ലസ് ചാപ്റ്റർ 4 ഒരു 7 സ്റ്റാൻഡേർഡും ചാപ്റ്റർ 7 ഒരു 6 സ്റ്റാൻഡേർഡ്സ്, ഓൾമോസ്റ്റ് 15 അടുപ്പിച്ച സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 15 to 16 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് ബൈ ഈവനിങ് ടൈം 3:30 or 4 o'clock ആകുമ്പോഴേക്കും ഈ ഒരു ടോപ്പിക് നിങ്ങൾ തീർത്തേ പറ്റും. ഇത്രയും സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ ഈ ഒരു ടൈം, നിങ്ങളുടെ മോർണിംഗ് ടൈം, എഫക്റ്റീവ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ മാക്സിമം സ്റ്റാൻഡേർഡ്സ് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റാൻഡേർഡ്സ് പ്രാക്ടീസ് ചെയ്ത ശേഷം ഒരു 1 hour ഞാൻ നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് തരുന്നുണ്ട്. വിതിൻ ദിസ് 1 hour യു ക്യാൻ ഫ്രഷ് ആവാം. നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് അതൊക്കെ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ 4:30 to 7:30 3 hours ടൈമിൽ നിങ്ങൾ ബാങ്ക് ഓഡിറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റിയും ചെയ്യണം. ബാങ്ക് ഓഡിറ്റ് ഐ എം പ്രൊവൈഡിങ് 2.5 hours or 2 hours to 2.5 hours. കോപ്പറേറ്റീവ് സൊസൈറ്റി 30 minutes. ഓക്കെ, ബാങ്ക് ഓഡിറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തീർക്കാൻ ശ്രമിക്കുക. ബാങ്ക് ഓഡിറ്റും കോപ്പറേറ്റീവ് 3 hours ഉണ്ട്. I think it's pretty enough for you to complete these 2 topics. In case നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ 10:15 to 3:30 തീർന്നില്ലെങ്കിൽ ആ ടൈം ഇവിടത്തേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് 8:30 PM to 12:30 PM. സോ ഓൾമോസ്റ്റ് 4 hours ഉണ്ട്. ദിസ് 4 hours നിങ്ങൾ എന്തൊക്കെ തീർക്കണം എന്ന് വെച്ചാൽ, സോറി, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അല്ലേ. സോ അതർ ടോപ്പിക്സ്, അതായത് നമ്മുടെ ഓട്ടോമേറ്റഡ് എൻവയറൻമെന്റ്, ഇന്റേണൽ കൺട്രോൾ, അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സിനകത്ത് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് റിമൈനിങ് സ്റ്റാൻഡേർഡ്സ് ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇവിടെ തീർക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സിന്റെ ടോപ്പിക്സ് ഒക്കെ ഇവിടെ തീർക്കാൻ ശ്രമിക്കുക. 4 hours ഉണ്ട്. ഓട്ടോമേറ്റഡ് എൻവയറൻമെന്റും ഇന്റേണൽ കൺട്രോളും തീർക്കുക. അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റാൻഡേർഡ്സിന്റെ ടോപ്പിക്കും തീർക്കുക. നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ചാപ്റ്റർ 1, 2, 11, 6
4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 7 കഴിഞ്ഞു. സോ ഇവിടെ ആകുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80 to 85, 90 മാർക്സിന്റെ ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് ഉറങ്ങുക, ഒരു 6 hours ഉറങ്ങുക. രാവിലെ എണീച്ചിട്ട് ചാപ്റ്റർ 5 ഐറ്റംസ് ഓഫ് എഫ് എസിന് വേണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുക്കാതിരിക്കുക. ജസ്റ്റ് കീപ്പ് ഓൺ. നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് നോട്ട്സ് ഓൾറെഡി ഞാൻ എന്റെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ചെയ്തവർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് നോട്ട് വെച്ചിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒരു 2 to 3 times വായിക്കാം. ചാപ്റ്റർ 9 അപ്പാർട്ട് ഫ്രം ഗവൺമെന്റ് ഓഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാക്കിയുള്ള ടോപ്പിക്സിൽ അതൊന്ന് വായിച്ചു നോക്കുക, അതും കൂടി ഒന്ന് വായിച്ചു നോക്കുക. സോ ഇത്രയും ചെയ്താൽ മതി. പിന്നെ ഫസ്റ്റ് തിങ് ഓൾറെഡി നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ പഠിക്കാൻ വേണ്ടി സ്ട്രെയിൻ എടുക്കരുത്. ഓൾറെഡി പഠിച്ച ടോപ്പിക് മാക്സിമം സ്ട്രോങ് ആക്കുക. ഐ ഓൾവേസ് യൂസ് ടു സേ ടു മൈ സ്റ്റുഡൻസ്, see it is not about 100% completion. Whatever you have already studied, ആ ടോപ്പിക്കിൽ നിങ്ങൾ സ്ട്രോങ് ആവാൻ ശ്രമിക്കുക. അല്ലാതെ പുതിയ ടോപ്പിക്സ് ഇപ്പോൾ ആസ് ഓഫ് നൗ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. സോ ഇതിനകത്ത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഏതെങ്കിലും സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബാങ്ക് ഓഡിറ്റ് ഇതുവരെ നിങ്ങൾ പഠിക്കാനേ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി പഠിക്കാൻ തുടങ്ങേണ്ട ആവശ്യമില്ല. ബാങ്ക് ഓഡിറ്റ് സ്കിപ്പ് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കാൻ ശ്രമിക്കുക. ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് 100% കംപ്ലീഷൻ. ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് സ്ട്രോങ് ആക്കുക. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ സെറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ 1.5 days സ്ട്രാറ്റജി. അതേപോലെ തന്നെ ഐ വോണ്ട് ടു ടെൽ യു സം ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് you have to prepare for. കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ ഇവിടെ ചെയ്യാം. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് സേ ഫോർ എക്സാമ്പിൾ SA 560, 570, 580, ദെൻ ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ്, ഗവൺമെന്റ് ഓഡിറ്റ്, cooperative society, the mock test paper question വന്നിട്ടുണ്ട്. So I am expecting that question for this time also. SA 530, 520, നമ്മുടെ 500 സീരീസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 500 സീരീസ് പിന്നെ 315 നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 450 ഐ എം നോട്ട് സേയിങ് ദാറ്റ് മച്ച്, കാരണം 450 കഴിഞ്ഞ അറ്റംപ്റ്റിൽ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. സോ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് നോക്കുക. ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുക. 700 സീരീസ് ഒക്കെ നല്ല രീതിയിൽ നോക്കുക. സോ ഈ ഒരു ടോപ്പിക്സ് മറക്കാതെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്സിന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ലീസ്റ്റ് ഫോക്കസ് കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് 450, 220, SQC1 ഇതൊക്കെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ വന്നിട്ടുണ്ട് ചോദ്യം. ഈ അറ്റംപ്റ്റ് വരില്ല എന്നല്ല, കഴിഞ്ഞ അറ്റംപ്റ്റ് വന്നതുകൊണ്ട് ഈ പറഞ്ഞ ടോപ്പിക്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ടോപ്പിക്സിലേക്ക് കവർ ചെയ്തോളൂ. ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്തോളൂ. അതേപോലെ തന്നെ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, മിസ് ചെയ്യാതെ അത് പഠിക്കാൻ ശ്രമിക്കുക. ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞ ടോപ്പിക്. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ നമ്പർ 4 ഓഡിറ്റ് എവിഡൻസിന് ഇടയിൽ ഒരു ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ഓഡിറ്റ് ട്രയൽ എന്ന ടോപ്പിക് സ്കിപ്പ് ചെയ്ത് നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണോടാ? സോ ദിസ് അധികം ടൈം വേസ്റ്റ് ആക്കുന്നില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ 1.5 days strategy. Hope you like this. So like, share and subscribe my channel. Thank you. Thanks a lot.